Hi everyone, this is Abin Xavier from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.4ൻ്റെ പബ്ലിക് ബേറ്റ 1 റിലീസ് ആയിക്കാണ്. അത് ഏകദേശം വന്നത് 4 GB ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്, അവിടെ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ എല്ലാവരും ജോയിൻ ചെയ്യാം, നമുക്ക് അവിടെയും സംസാരിക്കാം. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.4 ബേറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്, watchOS 8.5 ബേറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്, tvOS 15.4 ബേറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്, macOS 12.3 ബേറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിന്ന് ചെക്ക് ചെയ്യാം. അതിന് നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവാം, അവിടുന്ന് ജനറൽ, അവിടുന്ന് എബൌട്ട്സ്, സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 15.4 19E 5209H എന്ന്. അതായത് നമുക്ക് ഒഫീഷ്യൽ റിലീസിലേക്ക് ഇനി കുറച്ചധികം ബേറ്റാസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും നീണ്ടിരിക്കുന്ന ഒരു ബേറ്റയുടെ ലിസ്റ്റ് നമുക്ക് തരുന്നത്. ഈ ഒരു iOS 15.4ൻ്റെ കാര്യം പറയുമ്പോൾ അധികം നമുക്ക് വേറെ ഒരു കാര്യം പറയേണ്ട, നല്ല സൂപ്പറായിട്ടുള്ള അപ്ഡേറ്റ്സും അതേപോലെ മേജറായിട്ടുള്ള ചേഞ്ചസുമാണ് ഈ ഒരു അപ്ഡേഷനിൽ അവർ നമുക്ക് തന്നിരിക്കുന്നത്. തുടക്കം തന്നെ പറയുമ്പോൾ നമ്മുടെ iPhone 13 സീരീസിലെ എല്ലാ ഡിവൈസുകൾക്കും പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനാണ് ഇതിൽ ആദ്യമായിട്ട് വരുന്നത്. രണ്ടാമത് വരുന്നത് നമ്മുടെ എല്ലാ ആപ്പിൾ ഡിവൈസ് യൂസേഴ്സിനും, പ്രത്യേകിച്ച് iPhone 10 മുതൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 13 Pro Max വരെ ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികളും ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഫീച്ചർ അതാണ് നമ്മുടെ മാസ്ക് വെച്ചിട്ട് നമുക്ക് ഐഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ. അതെ, ആ ഒരു ഫീച്ചർ നമ്മുടെ iOSൽ 15.4ൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ ബേറ്റയിൽ നമുക്ക് 12 മുതൽ, അതായത് iPhone 12 മുതൽ പൊക്കത്തേക്കുള്ള എല്ലാ ഡിവൈസിലും മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ അടുത്ത അപ്ഡേഷൻ ബേറ്റ 2ൽ നമുക്ക് iPhone 10 മുതൽ അവൈലബിൾ ആവും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഏതെങ്കിലും iPhone 11 യൂസേഴ്സിനോ അല്ലെങ്കിൽ iPhone 10 യൂസേഴ്സിനോ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവരെന്തായാലും താഴത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ചിലവർക്ക് മാത്രമാണോ എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ കൂടി ഉള്ള ഓപ്ഷനാണ്. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ വിജറ്റ്സിലാണ്. നമ്മളിപ്പോൾ ഒരു വിജറ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്, ആപ്പിൾ കാർഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇന്ത്യയിൽ ആപ്പിൾ കാർഡ് ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പുറത്തുള്ള കൂട്ടുകാർക്ക് ആപ്പിൾ വാളറ്റിൻ്റെ ഈ ഒരു കാർഡ് നമുക്ക് വിജിറ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ കുറേ ഇമോജീസ്, ഞാൻ നമ്മുടെ iOS 15.3 ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, സങ്കടകരമായി നമുക്ക് പറയായിരുന്നു, നമുക്ക് ഒരു പുതിയ ഇമോജി പോലും ലഭിച്ചില്ല. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് കുറേ അധികം ഇമോജീസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇമോജീസിൻ്റെ ലിസ്റ്റ് മാത്രമല്ല, കുറേ അധികം ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ അതിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്ര അധികം അപ്ഡേറ്റ്സ്, ഏകദേശം 30-40 ഇമോജീസാണ് ഈ ഒരു അപ്ഡേഷനിൽ മാത്രം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ PS5 ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കാണ്. കാരണം ഇനി മുതൽ നമുക്ക് ഡുവൽ സെൻസർ കൺട്രോളിങ് ചെയ്യാൻ പറ്റും. കാരണം ഇനി നമുക്ക് ഗെയിം കളിക്കുമ്പോൾ താഴത്തെ ട്രിഗറും നമുക്ക് യൂസ് ചെയ്ത് സൂപ്പറായിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കും ലഭിച്ചുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് വന്ന അടുത്ത ചേഞ്ച് നമ്മുടെ പാസ്വേഡ്സിലാണ്. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാസ്വേഡ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഫേക്കായിട്ട് ഉണ്ടാക്കിയൊരു പാസ്വേഡാണ്. ഈ ഒരു പാസ്വേഡ് എടുക്കുമ്പോൾ നമുക്ക് താഴത്ത് ആഡ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് അതിൽ എന്തെങ്കിലും, ഇതിപ്പോൾ ഓൾ പാസ്വേഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വന്നിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് വന്നത് നമ്മുടെ സഫാരിയിലാണ്. നമ്മൾ ഏറ്റവും താഴത്തേക്ക് പോയി സഫാരി എടുക്കുക, അവിടെ നിന്ന് പിന്നെയും താഴത്തേക്ക് പോവുക. അവിടെ നമുക്ക് അഡ്വാൻസ് എന്ന ഓപ്ഷൻ കാണും, അത് ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ടാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, റീസെറ്റ് ഓൾ ടു ഡിഫോൾട്ട് എന്ന്. നമ്മൾ സഫാറിലെ ഏതെങ്കിലും സെറ്റിങ്സ് അറിയാതെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ചേഞ്ച് ചെയ്തിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിലോ നമുക്കത് ഡിഫോൾട്ട് ആക്കാനുള്ള പുതിയ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത ചേഞ്ച് വന്നതാണ് നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനാണ്. മ്യൂസിക് ആപ്ലിക്കേഷനിൽ നമ്മളിപ്പോൾ ഒരു പാട്ട് എടുക്കുന്ന ആ പാട്ടിൽ നമ്മൾ ഈ 3 ഡോട്ട്സ് ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക്
ഷെയർ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് നമ്മുടെ എയർപോഡ് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എയർപോഡ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള പോപ്പപ്പ് മെസ്സേജിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ആ ഒരു വേർഡിങ്സ് കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുണ്ടാകും. അതേപോലെ ആ ഒരു വേർഡിങ്സ് കുറച്ചും കൂടെ പ്രൊമനൻ്റ് ആയിട്ടായിരിക്കും ഇനി നമുക്ക് കാണാൻ പറ്റുക. പിന്നീട് വന്ന ചേഞ്ച് നമ്മുടെ ഹെൽത്ത് ആപ്പിലാണ്. ഹെൽത്ത് ആപ്പിൽ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല, പക്ഷേ യൂറോപ്യൻ കൺട്രികളിൽ നമുക്ക് ഇനി തൊട്ട് വാക്സിനേഷൻ കാർഡ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇനി ഇതിൻ്റെ ബഗ്സ് പറയാം. ഈ ഒരു 15.4 റിലീസ് ചെയ്തിട്ടും നമ്മുടെ സ്റ്റോറേജ് ബഗ്, ആ ഒരു ബഗ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അത് ഒരു സ്ഥലത്തും പോയിട്ടില്ല. കാരണം അവർ ആപ്പിൾ എന്തുകൊണ്ടാണെന്ന് മാറ്റാത്തതെന്ന് ഇപ്പോഴും മെൻഷൻ ചെയ്തിട്ടില്ല. ചിലവർക്ക് ഇത് ലോഡാവാനൊക്കെ ഒത്തിരി അധികം സമയം എടുക്കുന്നുണ്ട്. ചിലവർക്ക് ചിലപ്പോൾ ഫാസ്റ്റായിട്ട് വരും. പക്ഷേ എന്നാലും നമ്മുടെ സിസ്റ്റം ഡാറ്റയും iOS ഡാറ്റയും 0 KB ആയിരിക്കും ചിലവർക്ക് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു ബഗ് ഇപ്പോഴും നിലവിലുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ ബഗ്ഗും ഇപ്പോഴും ഉണ്ട്. നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ CPU, ഡിവൈസിൻ്റെ CPU കൂടുതൽ യൂസ് ചെയ്യാനും അതേപോലെ ബാറ്ററി വേഗം ഡ്രെയിൻ ആവാനുള്ള ചാൻസും ഇപ്പോഴും ഉണ്ട്. പിന്നെ സ്ക്രീൻഷോട്ടിൻ്റെ ബഗ്, നമ്മൾ ഡിവൈസ് എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ നമ്മുടെ സ്ക്രീൻ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലവിലുണ്ട്. പിന്നെയാണ് നമ്മുടെ ബാറ്ററിയുടെ കാര്യം പറയുക. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ബാറ്ററിയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മിനിമം ഒരു 2-3 ദിവസം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ തറോലി യൂസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തായ പോലെ ഈ ഒരു അപ്ഡേഷനിൽ തോന്നുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറ്റിങ്ങിൻ്റെ കാര്യം, എനിക്ക് ചെറുതായിട്ട് ഒരു ചൂട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുത്തിയിട്ടിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു അത് ഡിവൈസിൻ്റെ ആ ഒരു ചൂടായിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ iOS 15.4ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആണെന്ന് ചോദിക്കുന്നു. ഹെൽപ്ഫുള്ളായി എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്. അവിടെ പോയി എല്ലാവരും ജോയിൻ ചെയ്യുക. എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ടാവും. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് thank you so much for watching this whole video. This is Abin Xavier signing from everything you want to know about Apple.